ഹായ് ഡിയേഴ്സ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഈ 13 ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് തിയറി ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ നോക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് കോറിലേഷൻ 3 ടൈപ്സ് പഠിക്കുന്നുണ്ട്, പോസിറ്റീവ്, നെഗറ്റീവ് ആൻഡ് സീറോ കോറിലേഷൻ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി വെക്കുക. പിന്നെ റിഗ്രഷൻ്റെ പ്രോപ്പർട്ടീസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അതിൽ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നിർബന്ധമായിട്ടും നോക്കി വെക്കണം. ആൻഡ് പിന്നെ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് PMF ആൻഡ് PDF, അതായത് പ്രോബിലിറ്റി മാസ് ഫംഗ്ഷനും അതേപോലെ തന്നെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും. ചിലപ്പോൾ ഇത് PMF ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ ഒരു ഇന്റഗ്രൽ വന്നിട്ട് അതിന്റെ കെന്റെ വാല്യൂ കാണാൻ വേണ്ടി ചോദിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൽ PDFന്റെ പ്രോപ്പർട്ടീസ് ആവശ്യമായിട്ട് വരും. അതേപോലെ തന്നെയാണ് നമ്മൾ മീനിന്റെയും വേരിയൻസിന്റെയും എക്സ്പെക്ടേഷൻ ഓഫ് എക്സും വേരിയൻസ് ഓഫ് എക്സും വരുന്ന ക്വസ്റ്റ്യൻസ്. അതിലും നമുക്ക് പ്രോപ്പർട്ടീസ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ റിപ്പീറ്റഡ്ലി വരാറുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളത്. അത് റിപ്പീറ്റഡ്ലി കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പിന്നെ ഒരു വർഷം ചോദിച്ചിട്ടുള്ളതാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക. നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് എക്സ് എന്തായിരിക്കണം, ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയിരിക്കണം, ഒക്കറൻസസ് റാൻഡം ആയിരിക്കണം, ഒക്കറൻസസ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഇത്രയാണ് അതിന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ 2 എക്സാമ്പിളും കൂടെ നമുക്ക് കൊടുത്താൽ സെറ്റായി. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ ആൻഡ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. അതിൽ വരുന്നത് മീനും വേരിയൻസ് ഒക്കെയാണ്. അപ്പോൾ അവിടെ ഈ മീനും വേരിയൻസ് ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ മീനും വേരിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് നോർമൽ കർവ് എല്ലാ വർഷവും കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോർമൽ കർവിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ചിലപ്പോൾ 4 പ്രോപ്പർട്ടീസ് ആയിരിക്കാം, 6 പ്രോപ്പർട്ടീസ് ആയിരിക്കാം. പക്ഷെ ടെക്സ്റ്റിൽ നമ്മൾ ഓൾറെഡി 11 പ്രോപ്പർട്ടീസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ 4 എണ്ണം ചോദിച്ചാലും 6 എണ്ണം ചോദിച്ചാലും ഈസി ആയിട്ട് തന്നെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റണം. നെക്സ്റ്റ് പാരാമീറ്ററും സ്റ്റാറ്റിസ്റ്റിക്കും എന്താണ്, അതും നമ്മളോട് ചോദിക്കാറുള്ള ഒരു ഷോർട്ട് നോട്ട് എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ സെൻട്രൽ ലിമിറ്റ് തിയറം കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ലിമിറ്റ് തിയറം എന്താണെന്ന് സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് കൈ സ്ക്വയർ, ടി ആൻഡ് എഫ് ഡിസ്ട്രിബ്യൂഷൻ. അതിൽ പ്രോപ്പർട്ടീസിൽ നിന്ന് നമുക്ക് മാച്ച് ഫോളോയിങ് ചോദിക്കാം, അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇപ്പൊ എഫ് ആണെങ്കിൽ 1/f ഫോളോ ചെയ്യുന്നത് എന്ത് തന്നെയാണ്, എഫ് ഡിസ്ട്രിബ്യൂഷൻ വിത്ത് n2 n1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. കാരണം എഫ് ഫോളോ ചെയ്യുന്ന എഫ് വിത്ത് n1 n2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ 1/f ഫോളോ ചെയ്യുന്നത് n2 n1 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരിക്കും. ഇതൊക്കെ ഈ പ്രോപ്പർട്ടീസിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അതേപോലെ തന്നെ കൈ സ്ക്വയർ എഫും പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണ്. ടി പക്ഷെ എന്താണ്, സിമെട്രിക് അബൌട്ട് 0 ആണ്, T = 0. പിന്നെ എസ്റ്റിമേറ്റർ എന്താണ്, എസ്റ്റിമേറ്റ് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് എസ്റ്റിമേറ്റർ, അതും സ്ഥിരമായിട്ട് വരാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എന്താണ് ഒരു ഗുഡ് എസ്റ്റിമേറ്റർ ആവാനുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബയസ്ഡ് ആയിരിക്കണം, സഫീഷ്യന്റ് ആയിരിക്കണം, എഫിഷ്യന്റ് ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഈ 4 പ്രോപ്പർട്ടീസും ഇതിന്റെ പോലെ ഇങ്ങനെ പഠിച്ചാൽ മാത്രം പോലെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം. കാരണം കൺസിസ്റ്റൻസി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്, സഫീഷ്യൻസി എന്താണ് എന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 4 ആൾക്കാരെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കണം. പിന്നെ വരുന്നതാണ് നമ്മൾ 9th ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ടൈപ്പ് 1 എറർ, ടൈപ്പ് 2 എറർ, സിഗ്നിഫിക്കൻസ് ലെവൽ, പവർ ഓഫ് എ ടെസ്റ്റ്, ക്രിട്ടിക്കൽ റീജിയൻ, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്, പിന്നെ എന്താണ് സ്റ്റെപ്സ് ഓഫ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. 5 സ്റ്റെപ്പുകൾ ഉണ്ട് അല്ലേ. ഹൈപ്പോത്തസിസ് എന്താണെന്ന് പറയാം, അതേപോലെ തന്നെ ഏത് ടെസ്റ്റ് യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കുക, പിന്നെ എന്താണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, ക്രിട്ടിക്കൽ റീജിയനും എന്താണെന്ന് പറയാം, അതേപോലെ തന്നെ ആ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് യൂസ് ചെയ്തിട്ട് വാല്യൂയിലേക്ക് കണ്ടെത്തുക. ലാസ്റ്റ് എന്താണ് ഡിസിഷൻ മേക്കിംഗ്. ഇങ്ങനെയാണ് ഇതിന്റെ 5 സ്റ്റെപ്പുകൾ വരുന്നത്. ഇനി ടൈപ്പ് 1 ടൈപ്പ് 2 എറേഴ്സ് ഒക്കെ അറിയാം. ഇനി സിഗ്നിഫിക്കൻസ് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽഫയാണ്. പവർ ഓഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 1 - ബീറ്റ ആണ്. സോ ഇക്വേഷൻസും കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾക്ക് വരുന്നതാണ് അസംഷൻസ് ഓഫ് ANOVA, നോർമാലിറ്റി, ഇൻഡിപെൻഡൻസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു 4 അസംഷൻസ് ഉണ്ട്, എന്താണെന്ന് പഠിച്ചോളാം. ഡിഫിനിഷൻസ് ഓഫ് ക്വാളിറ്റി ഇൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ. എന്താണ് ക്വാളിറ്റി? ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിറ്റ്നസ് ഫോർ യൂസ് ആണ്. അതേപോലെ തന്നെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേരിയബിലിറ്റി ആണ്. ഈ 2 ഡെഫിനേഷൻസ് ആണ് എന്തായാലും പഠിക്കേണ്ടത്. ഇനി ചാൻസ് കോസ് വേരിയേഷനും അതേപോലെ അസൈനബിൾ കോസും. ഇതൊന്നെങ്കിൽ ഇതിന്റെ ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ക്രിസ്മസ് എക്സാമിനൊക്കെ കണ്ടതുപോലെ മെമ്മറി, ഇന്റലിജൻസ്, ഇങ്ങനെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടും ചോദിക്കാം. അപ്പൊ ബേസിക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും വിഷയമുള്ള കാര്യങ്ങളല്ല ഓക്കെ ആയിട്ട് പോകുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് യൂസസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ, കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുറെ പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ ഒരു വർഷം ചോദിച്ചിട്ടുള്ളതാണ് ടൈം സീരീസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൈം സീരീസിന്റെ ഡെഫിനേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് നോക്കി വെക്കാം. പിന്നെ എന്താണ് കമ്പോണൻസ് ഓഫ് ടൈം സീരീസ്, എന്തൊക്കെയാണ്, സെക്യുലർ ട്രെൻഡ്, പീരിയോഡിക് മൂവ്മെന്റ്, ഇറഗുലർ വേരിയേഷൻ. പീരിയോഡിക് മൂവ്മെന്റിൽ തന്നെ എന്തൊക്കെ വരുന്നുണ്ട്, നമ്മളെ സൈക്ലിക് വേരിയേഷനും അതേപോലെ തന്നെ എന്താണ് സീസണൽ വേരിയേഷനും. പിന്നെ സൈക്ലിക് വേരിയേഷനിൽ വരുന്ന ആളാണ് എന്ത്, ബിസിനസ് സൈക്കിൾ. സൈക്ലിക് വേരിയേഷനിൽ വരുന്നതാണ് ബിസിനസ് സൈക്കിൾ. 4 ഫേസസ് ഉണ്ട് അല്ലെ. അതിന് എത്ര ഫേസ് ഉണ്ട്, 4 ഫേസസ് ഉണ്ട്.
എന്തൊക്കെയാണ്? പ്രോസ്പെരിറ്റി, ഡിക്ലൈൻ, ഡിപ്രഷൻ, പിന്നെ എന്താണ്? ഇംപ്രൂവ്മെന്റ്. പിന്നെ ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ. എന്തുകൊണ്ടാണ് അതിന് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് വിളിക്കുന്നത്? കാരണം എന്താണ്? ബേസ് ഇയറും കറണ്ട് ഇയറും അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? അതൊരു ജോമെട്രിക് മീൻ ആണ്. ഫിഷേഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? L ഇൻറ്റു പി, അതായത് ലാപ്പേഴ്സ് ഇൻറ്റു പാഷേഴ്സ്. ലാപ്പേർ നോക്കുന്നത് എന്താണ്? ബേസ് ഇയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പാഷേഴ്സിലാണെങ്കിൽ കറണ്ട് ഇയർ ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഫിഷേഴ്സിലാണെങ്കിൽ എന്താ? ബേസും കറണ്ടും കൺസിഡർ ചെയ്യുന്നുണ്ട്. ജോമെട്രിക് മീൻ ആണ്. ഒരു തരത്തിലുള്ള ബയസും ഇല്ല. അതൊക്കെയാണ് അതിന്റെ റീസൺസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അഥവാ കോസ്റ്റ് ഓഫ് ലിവിംഗ്. അതിനെ പറ്റിയിട്ട് ഷോർട്ട് നോട്ടും ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന് മറ്റൊരു പേര് അതെന്താണ്? കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് എന്നാണ്. അപ്പൊ ഇതും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഇത് നോക്കി വെക്കുക. പിന്നെ നമ്മൾ യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പർ. എന്തൊക്കെയാണ് യൂസസ്? എക്കണോമിക് പോളിസീസ് നമ്മൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നമ്മൾ പർച്ചേസിംഗ് പവർ ഓഫ് മണി, റിയൽ വേജസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് യൂസസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതും നിങ്ങളൊന്ന് നോക്കി വെക്കാം. ആ മക്കളെ, ഇത്രയാണ് നമ്മൾ 13 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ്. എല്ലാതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഒന്നും കൂടെ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി എന്തെങ്കിലും കണ്ടന്റ്സ് നിങ്ങൾക്ക് വേണം എന്നാണെങ്കിൽ ഇതിന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യാം. അതിനനുസരിച്ചുള്ള കണ്ടന്റ്സ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി തരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.